നൽകുന്ന ഈ പെൻഷൻ വാങ്ങിയവരിൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെ ഉണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപകരും ഈ പട്ടികയിലുണ്ട്. ഏറ്റവും കൂടുതൽ പേർ ആരോഗ്യ വകുപ്പിലാണ്. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയത് ആരോഗ്യ വകുപ്പിലുള്ള ആളുകളാണ്. രണ്ടാം സ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഉൾപ്പെടുന്നവരാണ്, സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ അനർഹമായി പെൻഷൻ ഇതുവരെ കൈപ്പറ്റിയത്. നോക്കൂ, ആരോഗ്യ വകുപ്പിലെ കണക്ക് നോക്കൂ, 372 പേർ ഉണ്ട്. ഒപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേരാണ് ഉള്ളത്. ഇനി അടുത്ത കണക്കിലേക്ക് വരുമ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേരാണുള്ളത്. ആയുർവേദ വകുപ്പിൽ 114 പേരുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിലെ കണക്ക് നോക്കിയാൽ 74 പേരുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൽ 47 പേരുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46 പേരാണുള്ളത്. ഹോമിയോപ്പതി വകുപ്പിൽ 41 പേരുണ്ട്. കൃഷി വകുപ്പിൽ 35ഉം റവന്യൂ വകുപ്പിൽ 35 ആളുകളുണ്ട്. ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ 34 പേരാണ് ഉള്ളത്. 34 പേരാണ് അനർഹമായി ഈ പെൻഷൻ കൈപ്പറ്റിയിരിക്കുന്നത്. അങ്ങനെ വളരെ ഞെട്ടിക്കുന്ന എന്തൊക്കെയായി നടക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൽ. ഇതൊക്കെ നടക്കുന്നത് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തേക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ. ആ പെൻഷനിൽ നിന്നും കൈയിട്ട് വാരിയെടുക്കുക ആരുമല്ല, നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ. ഏതൊക്കെ വിഭാഗമുണ്ടോ ആ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും കൈയിട്ട് വാരിയിട്ടുണ്ട്. ദുർബലരായിട്ടുള്ള ആൾക്കാരുടെ പെൻഷൻ തുക കൈയിട്ട് വാരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാണവും മാനവും അല്ലെങ്കിൽ ഉളുപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ ഈറ്റിങ് ഇതൊക്കെ ചെയ്യുമോ? ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ 1/4 പോലും കിട്ടാത്ത ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. കഠിനാധ്വാനം ചെയ്തിട്ടും കിട്ടാത്ത ആളുകൾ. അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്കൊരു പെൻഷൻ ഉണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം പോലെ കരുതുന്ന ആളുകളുണ്ട്. ഒരുപാട് ഉമ്മാമ്മമാരും ഉപ്പാപ്പന്മാരും ഒക്കെ പറയും, നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ ഒരു അമ്മമ്മയുണ്ട്. അവര് ഈ ഒരു പെൻഷന്റെ ടൈം ആവുമ്പോൾ കാത്തിരിക്കും, എന്താ വരാത്തത്, എൻ്റെ പെൻഷൻ തുക എന്താ വരാത്തതെന്ന് പറഞ്ഞിട്ട്. അത് കിട്ടുമ്പോഴൊരു സന്തോഷമുണ്ട്. അത് കാണേണ്ടത് തന്നെയാണ്. അർഹതയുള്ള ആളുകളുടെ കയ്യിലേക്ക് എത്തുമ്പോഴാണ് ഏത് പണത്തിനും മൂല്യമുണ്ടാവുക. ഇതുപോലുള്ള ആളുകൾക്ക് എവിടുന്നായാലും കിട്ടണം പണമെന്ന് വിചാരിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഈ തുക കിട്ടിയാലും അവരത് കടലാസിന് തുല്യമായിട്ടേ കാണുകയുള്ളൂ. പക്ഷെ അർഹതപ്പെട്ട ആളുകളുടെ കയ്യിൽ ആ ഒരു കടലാസ് എത്തുന്ന ടൈമില്ല, അതിന് അത്രയധികം മൂല്യമാണുള്ളത്. അതുകൊണ്ട് പലതും ചെയ്യാമെന്ന് വിചാരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുണ്ട്, പാവപ്പെട്ട വയോധികന്മാരുണ്ട്. അങ്ങനെയുള്ള പാവപ്പെട്ട ആളുകളുടെ ഈ പണം കൈയിട്ട് വാരി എടുക്കുമ്പോൾ കുറച്ചെങ്കിലും ഉളുപ്പ് അതുണ്ടായിക്കൂടെ? നിങ്ങൾക്കൊക്കെ പണം ഇല്ലാത്തത് കൊണ്ടാണോ? കിട്ടിയത് കൂടിപ്പോയത് കൊണ്ടാ? ശമ്പളത്തിന് പുറമെ എന്തൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്? അതൊന്നും പോരാതെ ബാക്കിയുള്ളവരുടെ പിച്ചപ്പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരുന്ന പോലെ ആയിപ്പോയല്ലോ. ഈ ഒരു തുകക്ക് വേണ്ടിയിട്ട് നാണമില്ലല്ലോ. എത്രയധികം പേര് ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, കാർഷിക രംഗത്ത്, ഇനി ഏതാ ഉള്ളത് മേഖല, എല്ലാ മേഖലയിൽ നിന്നും കൈയിട്ട് വാരിയിട്ടുള്ള ആൾക്കാരുണ്ട്. അതന്നെ നല്ല പ്രൊഫസർമാർ, ജോലിയിലെടുക്കുന്ന പ്രൊഫസർമാർ, അധ്യാപകന്മാർ, ഒരുപാട് പേര്. അധികാരമുണ്ടായാൽ എന്തും ചെയ്യാമെന്നാണോ ഇവരൊക്കെ കരുതുന്നത്? അങ്ങനെ കരുതിയിട്ട് തന്നെ ആവില്ല. പക്ഷെ നമ്മൾ എന്ത് തന്നെ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഒരു നാൾ നമുക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. ഇവർ ഇത്രയും കാലം ചെയ്തു വെച്ച ഈ ഒരു വൃത്തികേട് എന്ന് തന്നെ പറയാം, വളരെ മോശമായിപ്പോയി. ഈ ഒരു വൃത്തികേട് ഇപ്പൊ കണ്ടുപിടിച്ചില്ലേ? അങ്ങത്തോളം നീട്ടിക്കൊണ്ട് പോകുമെന്നാണ് വിചാരിച്ചത്? നടപ്പില്ല. ഇങ്ങനെയുള്ള പാവപ്പെട്ട ആളുകളുടെ അന്നത്തിൽ നിന്ന് ഇങ്ങനെ കൈയിട്ട് വരുന്ന ടൈമിൽ അത് ഒരു നാളും പിടിച്ചിരിക്കും. അതങ്ങനെയാണ്. പൊതുവെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനം പാടില്ല. ഇൻകം ടാക്സ് അടക്കുന്ന ഒരാളാവാൻ പാടില്ല. അതുപോലെ തന്നെ 1.5 ഏക്കർ സ്ഥലം അവരുടെ പേരിലോ അവരുടെ കുടുംബത്തിന്റെ പേരിലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൂടാതെ 4 ചക്ര വാഹനം, ടാക്സി ഒഴികെയുള്ളത്, സ്വന്തം യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനം, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും ക്ഷേമ പെൻഷൻ കിട്ടത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നതിന്. അതിലൊരിക്കലും പറയുന്നില്ല സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് വിരമിച്ചില്ല റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്നുള്ളത്. അതിൽ നിർബന്ധമായിട്ടും പറയുന്നുണ്ട്, അതിന്റെ പൊതുവ്യവസ്ഥയിൽ തന്നെ പറയുന്നുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതിൽ നിന്ന് വിരമിച്ചതോ ആയിട്ടുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷന് അർഹരല്ല എന്നുള്ളത്. കാരണം അവർക്ക് വേറെ തന്നെ കിട്ടുന്നുണ്ട് പെൻഷനൊക്കെ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആനുകൂല്യങ്ങളായിട്ട് അവർക്ക് ഉണ്ടായിട്ടും ദരിദ്രരായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ ഈ ഒരു
പെൻഷൻ തുക മാത്രം വിചാരിച്ച് കഴിയുന്ന ആളുകളുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ പലരും ഈ ഒരു പെൻഷൻ തുക വിചാരിച്ചിട്ട് കഴിയുന്നുണ്ട്. പൊതുജനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ കഞ്ഞിയിൽ നിന്ന് കൈയിട്ട് വാരുക. അയ്യോ, നാണക്കേട് എന്ന് പറഞ്ഞാൽ നാണക്കേട്. സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ, അവർക്ക് അതിനും മാത്രമുള്ള ശമ്പളം സർക്കാർ ഖജനാവിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ ഇവർക്ക് എന്തൊക്കെ അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതും പോരാതെ അയ്യേ, നാണക്കേട്, വളരെ നാണക്കേട്, വളരെ മോശമായി പോയി. 1 or 2 പേരല്ല നടത്തിയേക്കുന്നത്. റൂൾസും കാര്യങ്ങളൊക്കെ അറിയാത്തതുകൊണ്ട് ചെയ്തതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് 1 or 2 പേരല്ല, 1458 പേര്. അതിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ വരെ. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവരുടെ മുന്നിൽ പോയിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ എല്ലാ വശങ്ങളും അരച്ചു കലക്കി കുടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തും, മനസ്സിലാക്കി തരും, ചിലപ്പോൾ പേടിപ്പിച്ചു തരും. എന്നാണ് നമ്മുടെ കാര്യം നടക്കണമെങ്കിൽ കുറേ വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടണം. അങ്ങനെയുള്ള ഇവന്മാര് പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമ പെൻഷനാണ് നമ്മൾ കൈയിട്ട് വാരി എടുക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു പണം അവർക്ക് ഒന്നിനും തികയില്ലെന്നുള്ള വാദമൊക്കെ ആയിട്ട് അവർ വരും. പക്ഷെ ഈ ഒരു പണം തന്നെ വിചാരിച്ചു നിൽക്കുന്ന പാവപ്പെട്ട ജനങ്ങളുണ്ട്. ഈ ജനങ്ങൾക്ക് അതിന് അത്രയും മൂല്യമുണ്ട് ഈ ഒരു പണത്തിന്. അതാ പറയുന്നത്, അർഹതപ്പെട്ടവരുടെ കൈകളിലാണ് ഓരോ പണവും എത്തേണ്ടത്. ഇതൊക്കെ സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴാ ഇപ്പൊ ഈ കൊടുക്കുന്നവർക്കറിയില്ലേ ഇത് സർവീസിൽ ഇരിക്കുന്ന ആളുകളാണ്, സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നുള്ളത്. ഇതിനെന്തായാലും കർശനമായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക തന്നെ ചെയ്യണം. ഒരിക്കലും ഇതുപോലുള്ള വൃത്തികേട് ഇനി വരുന്ന ഏമാന്മാർ ആരും തന്നെ ചെയ്യരുത്. അത്തരത്തിലുള്ള നല്ല നടപടി തന്നെ എടുക്കണം. ഇവന്മാരെ പോലുള്ള ആളുകളുടെയൊക്കെ പേര് വെളിപ്പെടുത്തുക തന്നെ ചെയ്യണം. ഇനി വരുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരും ഇതുപോലെ കൈയിട്ട് വാരാൻ വേണ്ടി പാടില്ല. പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട ഒരു പണത്തിൽ നിന്നും ഒരാൾ പോലും കൈയിട്ട് വാരാൻ വേണ്ടി പാടില്ല. അത്തരത്തിൽ നല്ല ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കണം. 5 മാസത്തോളം ഒക്കെ പെൻഷൻ കിട്ടാത്ത അവസ്ഥയിൽ പല ആളുകളും നെട്ടോട്ടം ഓടുന്നത് കണ്ടിട്ടുണ്ട്. പല പ്രായം കൂടിയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് പെൻഷൻ വരുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സ്വന്തമായിട്ട് ഒരു ജോലി പോലും ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഈ പെൻഷൻ വാങ്ങിക്കുന്നതല്ലേ. അപ്പൊ ആ ഒരു പെൻഷൻ തുക അങ്ങനെ കെട്ടിക്കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടാതിരിക്കുന്ന സമയത്ത് അവരനുഭവിക്കുന്ന ഈ ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വിഷമങ്ങളൊന്നും ഒരിക്കലും ഇവന്മാരെ പോലുള്ള ആൾക്കാർ അറിയത്തില്ല. അവർക്കൊന്നും അറിയാൻ വേണ്ടി സാധിക്കുകയില്ല. എന്നിട്ടും ഇതൊക്കെ കണ്ടുകൊണ്ടും സർക്കാരിന് മാസാമാസം നല്ലൊരു തുക തന്നെ ശമ്പളമായിട്ട് വാങ്ങുന്ന ഇവരൊക്കെ അവരുടെ ആ പൈസയിൽ നിന്നും കൈയിട്ട് വാരുക. അയ്യോ, നാണക്കേട്. നാണക്കേട് എന്ന് വെച്ചാൽ ഇതിന്റെ അപ്പുറം നാണക്കേടില്ല. ഇവരൊക്കെ എന്തിനാ പഠിച്ചത്? പഠിപ്പും വിവരവും ഒക്കെയുള്ള ആളുകളാണ് ഇതുപോലെ തെറ്റുകൾ ചെയ്തത്. അതും സർക്കാർ തലത്തിൽ തന്നെ നല്ലൊരു ജോലി എടുക്കുന്ന ആളുകൾ, ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിൽ പെടുന്നു എന്ന് പറയുമ്പോൾ ഷെയിം ആവുന്നു നമ്മുടെ കേരളത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് ആലോചിക്കുന്ന ടൈം. ഇനി ഇവർക്ക് ഈ ക്ഷേമ പെൻഷൻ കിട്ടിയേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ സർക്കാരിൽ നിന്ന് അവരങ്ങ് വിരമിച്ചോട്ടെ, സർക്കാർ ഉദ്യോഗത്തിൽ നിന്ന് അങ്ങ് വിരമിച്ചോട്ടെ. ആ ഒരു കസേര അർഹതപ്പെട്ട PSC എഴുതിയിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് അങ്ങ് ഒഴിഞ്ഞു കൊടുക്ക്. അങ്ങനെ ഒഴിഞ്ഞു കൊടുത്ത നല്ലവരായിട്ടുള്ള ആളുകൾ ആ ഒരു കസേരയിൽ വന്ന് ഇരിക്കട്ടെ. ഇനി സർക്കാർ തലത്തിൽ വരുന്ന ഏതൊരാളും ഏതൊരു ഉദ്യോഗസ്ഥരും ഇതുപോലുള്ള നെറികേടുകൾ കാണിക്കുന്ന ടൈമിൽ ഒരിക്കലെങ്കിലും ചിന്തിക്കണം നമുക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച്. അത്തരത്തിലായിരിക്കണം ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ. അല്ലാതിരുന്നാൽ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പോലുള്ള ചെറിയ എന്തെങ്കിലും ശിക്ഷയോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള ക്രമക്കേടുകൾ നടന്നുകൊണ്ടേയിരിക്കും നമ്മുടെ കേരളത്തിൽ.